രാജുവേട്ടാ മല്ലികേച്ചി, ഞാൻ എവിടുന്ന് തുടങ്ങണം? എവിടുന്ന് തുടങ്ങണം ആ മദിരാശിക്കാലം? 73, 75? അല്ല, എന്താണ് തുടങ്ങാൻ പോകുന്നുള്ളതാണ് ഞാൻ ടെൻഷനിലിരിക്കുന്നത്. ഒരു പിടിയില്ല. മദിരാശി എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം? നിങ്ങൾ രണ്ടുപേരും 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് ഒരു സ്കൂളിൽ, മോഡൽ സ്കൂളിൽ പഠിച്ചവരാണ്. അത് ശരിയാ. അവിടെ മദിരാശിയിൽ നിന്ന് പോണതിന് മുമ്പ് തന്നെ താങ്കൾ ഭയങ്കര പാരവപ്പായിരുന്നു എന്നാണ് മാലികേച്ചി പറഞ്ഞത്. അങ്ങനല്ല, മോഡൽ സ്കൂളിൽ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പഠിച്ചാണ്. ഞാൻ A ഡിവിഷനിൽ, ഇത് B ഡിവിഷനിലാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ വരാത്തപ്പം മോണിറ്ററായിട്ട് അടുത്ത ക്ലാസ്സിലെ മല്ലികയാണ് വരുന്നത്. അന്ന് മോഹമല്ലിക എന്നാണ് പേര്. കൈനിക്കര ഫാമിലിയിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു എടുപ്പും ജാടയൊക്കെ ഉണ്ട് നടത്തിയിലൊക്കെ. എല്ലാവരും ഒരു പുച്ഛം, പിന്നെ പഠിക്കാൻ മിടുക്കി, പാടാൻ അറിയാം, അങ്ങനെ എന്തുകൊണ്ടും ഒരു ടോപ്പാണ് അവിടെ. ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുന്നതിൻ്റെ പേരെഴുതി വയ്ക്കും. എനിക്ക് സ്ഥിരം മല്ലിക വന്നിട്ട് അവിടെ ഇങ്ങനെ പേരെഴുതി വെച്ച് അടി വാങ്ങിച്ചു തരും. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഒരടി ഇത്ര, ഒരു ഗജം എത്ര കണ്ടി എന്നൊക്കെ ഉണ്ടോ. ഒരു ദിവസം സാറ് വന്നപ്പോഴത്തേക്കും മല്ലിക പറഞ്ഞു കൊടുത്തു, സുധീർ കുമാർ എന്ന് എൻ്റെ പേര്, സുധീർ കുമാർ സാർ എൻ്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു. അപ്പുക്കുട്ടൻ സാറ് എന്ത് ചീത്ത പറഞ്ഞു? എൻ്റെ മുഖത്ത് നോക്കി ഒരു കുണ്ടി എത്ര ഗജം എന്ന് ചോദിച്ചു എന്ന്. സാറ് എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ അടിച്ച് പിരിച്ച് നാശമാക്കി. ഇതുപോലെ അപ്പം ഞാൻ വെളിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നുമല്ല, ഇവർക്ക് ഈ പെൻസില്, മറ്റേ കളർ പെൻസിലൊക്കെ മറ്റു പിള്ളേർ കൈക്കൂലി കൊടുക്കും, ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ പേര് ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് ഒരു ആരാധന ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കഥാപ്രസംഗം, അതിഗംഭീരമായ കഥാപ്രസംഗം, അതിഗംഭീരമായിട്ട് പാടും. ഒരു നല്ല കലാകാരി ആയതുകൊണ്ട് നമുക്ക് അന്നേ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വേദിയിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. ഇനി കള്ള കഥകളെല്ലാം പറയുമെന്തോ. ചേച്ചി 73 എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മദിരാശിയിലേക്ക് എത്തുന്നത്? കാരണം ചേട്ടൻ പോണത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ 73, 75 ഉമാ ലോഡ്ജിൽ താമസം. അല്ല, അത് ഹോസ്റ്റലില്. അത് കഴിഞ്ഞിട്ട് 75 ഉമാ ലോഡ്ജിൽ താമസം. ചേച്ചി എങ്ങനെ മദിരാശിയിൽ എത്തുവാൻ? അല്ല, ഞാൻ മദ്രാസിൽ എത്തുന്നതിനും ഇപ്പം ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഉള്ള കാര്യം. എപ്പോഴെങ്കിലും മല്ലിക ചേച്ചി ഒരു ഭയങ്കര ജാടക്കാരിയാണെന്ന് ആർക്കെങ്കിലും ഇവിടെ തോന്നിയിട്ടുണ്ടോ? വെറുതെ ആരെങ്കിലും പറയുന്നത് അതാ സത്യം കണ്ട ഇല്ലാതെ. ഞാൻ ഒരു ജാടയും കാണിച്ചിട്ടില്ല. മോനിറ്റർ എന്ന് പറഞ്ഞാൽ 8 വയസ്സുള്ളപ്പോഴത്തെ സംഗതിയാണ് ഈ പറഞ്ഞ കഥയൊക്കെ. അപ്പോൾ സാറ് പറഞ്ഞിട്ട് പോകും, ഞാൻ വരുന്നിടം വരെ ഇവിടെ സംസാരിക്കുന്ന, കുസൃതി കാണിക്കുന്ന ആൾക്കാരുടെ പേര് എഴുതി വയ്ക്കാൻ. എപ്പോൾ ക്ലാസ്സിൽ സാറില്ലയോ 2 സൂമാർ, ഒന്ന് സുധീർ കുമാർ, മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പേടി പറയാൻ. അതുകൊണ്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ 2 പേരും ഇവിടെ ബെഞ്ചിൻ്റെ മുകളിൽ കയറുക, താഴെ ഇറങ്ങുക, ഭയങ്കര ബഹളം ക്ലാസ്സിൽ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിൻ്റെ മേശയുടെ അടുത്തൊരു സ്റ്റൂൾ ഇട്ടതാണ് ഞാനിരിക്കുന്നത്. എഴുതി വയ്ക്കും സുധീർ കുമാർ, സുഗുണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവർ 2 പേര് ഇങ്ങനെ, പിന്നെ എന്തെങ്കിലും ചെറിയ അപ്പോൾ സാറിഞ്ഞോട്ട് വരും, സുധീറെ എപ്പോൾ പേരെഴുതിയാലും നിങ്ങളുടെ പേരാണ് ഇത് ആദ്യം വരുന്നത്, ഈ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ അറിഞ്ഞൂടെ? എടുത്ത വായിലേ പറഞ്ഞു കൊടുത്തു. അത് ഒരുപാട് പേര് സംസാരിക്കും. പക്ഷേ ഈ മൂട്ടിൽ റബ്ബറൊക്കെ വെച്ച പെൻസിലില്ലേ സാറേ, അത് എന്തൊക്കെയോ കൊണ്ടുവന്ന് അവർക്ക് കൈക്കൂലി കൊടുക്കും. അതാണ് അവരുടെ പേര് എഴുതാത്തത്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അന്ന് മൂട്ടിൽ റബ്ബർ വെച്ച പെൻസില്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മണിയൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കടയിൽ ഈ ശർക്കര മിഠായിയുമായിട്ട് കിട്ടും, 5 പൈസയുള്ളൊരു മിഠായിക്ക്. അത് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥ. ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് തമാശ കഥകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഇന്നും സിനിമയിലില്ല. സത്യം. എല്ലാവരും വിചാരിക്കും, അന്നൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചു പുഞ്ചരൊക്കെയാണ്. എന്ന് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കേൾക്കാം, രേഖയെക്കുറിച്ചും എന്നെക്കുറിച്ചും അടുത്ത കഥ കേൾക്കാം, മിക്കവാറും കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ അടുത്തടുത്താണ് താമസം. അന്ന് ഞാൻ തൈക്കാടാണ് താമസം, ഇദ്ദേഹം അതേ ഈ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു പനവിള ജംഗ്ഷൻ എടുത്ത് കയറുമ്പോഴും. അപ്പോൾ ഇങ്ങനെ അന്ന് മുതലേ ഉള്ള സുഹൃത്ത് ബന്ധം സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞും. പെങ്ങന്മാരെല്ലാം എൻ്റെ നല്ല കൂട്ടുകാരികളാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞു. ഭാര്യ ഇന്ദിര, അതിനെക്കാട്ടി നല്ല കുട്ടി. ഇന്ന് മക്കള് എല്ലാ അച്ഛനും മക്കളും എല്ലാം കൂടെ നാനാ വഴി കൂടെ സമ്പാദിക്കുകയാണ്. ഇപ്പം സിനിമയിൽ നിന്ന് വിളിച്ചാൽ വരൂല്ല, കാരണം അദ്ദേഹത്തിന് ബാക്കി ബിസിനസ് നോക്കാനേ സമയമില്ല. പ്രൊഡക്ഷൻ, മറ്റത്, മകനൻ്റെ ഇത് സർവത്ര. തിരുവനന്തപുരത്ത് 5-6 വീടൊക്കെ വാങ്ങിച്ചത് എനിക്കൊന്നേ ഉള്ളേ. അത് ശരിയാ. ജവഹർ നഗറിൽ നമ്മൾ ഒരു ഊബർ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ അവർ പല വീടുകളുണ്ട്, പക്ഷെ മണിയമ്പല രാജു സാറിൻ്റെ വീടിൻ്റെ അടുത്താണോ എന്ന് മാത്രമേ വണ്ടി കേൾക്കാൻ. അതെ, അതാണ് സത്യം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതൊക്കെ നമുക്കൊരു തമാശനെ ചിരിക്കാൻ നേരം പോകാൻ നല്ലതാണ്. പക്ഷേ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം നല്ല ഭയങ്കര തിരുവനന്തപുരത്തെ ഒരു വലിയ രാജാവായിട്ട് വാഴുന്നു.
രണ്ട് നല്ല മിടുക്കന്മാരാ കുട്ടികൾ. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. 73 തൊട്ട് 75 വരെ ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് കോടമ്പക്കത്തുനിന്ന് ചാൻസിന് വേണ്ടി താമസിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിൻസെൻ്റ് മാഷെ കാണാൻ പോയി. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയിച്ച ഡിപ്ലോമ ഫിലിമിൻ്റെ ആൽബം ഒക്കെ ആയിട്ട് പോകുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളിയും വൈഫുമായിട്ടെന്തോ വഴക്ക്. എൻ്റെ സമയം മോശം. പുള്ളി വഴക്കാണ്. ഞാൻ പുള്ളിയുടെ വീട്ടിൻ്റെ നടയിൽ ചെല്ലുമ്പോൾ 2 ദോശയും ഒരു പ്ലേറ്റും എൻ്റെ തലവഴി പോയി. ഞാൻ കൊള്ളാതെ കുഞ്ഞു നിന്നപ്പോൾ സാർ ഇറങ്ങി വരുന്നു. വടി വാൻ സാർ സുധീർ കുമാർ. അതിനെ സാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് സാർ, പുതിയ ആൾക്കാർ വെച്ച് പടം എടുക്കുന്നു. അതൊന്നും ഇവിടെ ഇല്ല, പോ എന്ന് സാർ അങ്ങ് പോയി. അങ്ങനെ ഒരു അനുഭവം. ഒരു സ്റ്റുഡിയോയിലും ചെന്ന് അകത്ത് വിടത്തില്ല. പിന്നെ അത് ഞാൻ മലയാളത്തിലൊരു പ്രശസ്ത നടിയുടെ വീട്ടിൽ, അവരുടെ ഹസ്ബൻഡ് ഡയറക്ടറാണ്, അവരുടെ വീട്ടിൽ ചെന്ന് തട്ടിയപ്പം തട്ടതല്ല, ഇങ്ങനെ വാതിൽ ചാരിയിട്ടുള്ളൂ. ശബ്ദം കേൾക്കുന്നുണ്ട്, ആരും വരും. ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവരെ കുഞ്ചി നിർത്തി അവരെ ഹസ്ബൻഡ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ കണ്ടു, നേരെ അടുത്ത് വന്നു. എന്താ വേണ്ടത്? സാർ ഒരു പടം എടുക്കണം. അതെ, അതിനിങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ തിക്ത അനുഭവങ്ങളുടെ പട്ടി നടക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് മല്ലിക എന്നെക്കാൾ 1 വർഷം സീനിയറാണ് സിനിമയിൽ. ഒരു 50 വർഷമായി, 49 വർഷം. അപ്പോൾ അവിടെ അന്നത്തെ കാര്യം പറഞ്ഞു. അന്ന് അവിടെ താമസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് ഫോൺ നമ്പറൊക്കെ എടുത്ത് ഗംഗാനാറിൽ വീട്ടിൽ വിളിച്ചോ പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി സാറ് പടം എടുക്കുന്നുണ്ട്, ഞാൻ അതിൽ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്, സുധീർ കുമാർ ഒന്ന് പോയി കാണും, ഒന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൽബമൊക്കെ ആയിട്ട് ശ്രീകുമാരൻ, അത് എല്ലാവരും നിങ്ങൾ വായിച്ചിരിക്കും, ശ്രീകുമാരൻ തമ്പി സാറിനെ കാണാൻ പോയി. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പം പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ? ഞാൻ തകർന്നു പോയി. താൻ 2 കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് തൻ്റെ അച്ഛനും അമ്മയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്ക് സിനിമയിലൊന്നും ആവാൻ പറ്റില്ല. ഈ അടൂർ ബാസി, പ്രേം നസീറൊക്കെ ഒരു പുണ്ണാക്കുമില്ല. തൻ്റെ ഈ കോലത്തിന് ഒരു രക്ഷയില്ല. അന്ന് എനിക്കൊരു പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നു. അപ്പം എവിടെ താമസിക്കുന്നത്? ഉമ്മാലോചിയിലാണെന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ പോയി ഉമ്മാലോചി എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ മോഹിനിയാട്ടത്തിൽ സിനിമ നടക്കുന്നുണ്ട്, വലിയ റോളൊന്നും അല്ല, തനിക്ക് നാളെ ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടത്തിൽ അഭിനയിക്കുന്നത്. ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം സാർ പിന്നെ കുറേ പടങ്ങൾ അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ. ഞാൻ സാർ എന്തിനാണ് അന്ന് എന്നെ അങ്ങനെ ഇറക്കി വിട്ടിട്ട് സാർ എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്ന് ചോദിച്ചു. അത് വേറൊന്നുമല്ല, എൻ്റെ വൈഫ് മോളത്തെ നിലയിൽ നിന്ന് കട്ടം മാറ്റി നോക്കിയപ്പം താൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്ന കണ്ടു. അപ്പം വൈഫ് പറഞ്ഞു, ആ കുട്ടിയെ അഭിനയിക്കാൻ വന്ന കുട്ടിയെടുത്ത് അങ്ങനെ പറയണ്ടായിരുന്നു. ആ കുട്ടി പോകുന്നത് റൂമിലേക്കായിരിക്കില്ല, കോടമ്പക്കം സ്റ്റേഷനിൽ ചെന്നിട്ട് അത് ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പ് ചാടി ചാവും. 2 കൊല്ലം സ്വപ്നങ്ങളായിട്ട് പഠിച്ചു വന്നില്ലേ എന്നാണ്. തമ്പി സാറ് പേടിച്ചു പോയി. തമ്പി സാറ്, ഇയാൾ ഇനി ആത്മഹത്യ. അതാണ് ഞാൻ ഉടനെ തന്നെ ഫോണിൽ വിളിച്ചത്. പടത്തിൽ ഇല്ലാത്ത സീനാണ്, തനിക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് തമ്പി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ കാരണം ഇരിക്കുന്ന മല്ലികയാണ്. അല്ല, എന്നാലും താങ്കൾ സിനിമ എങ്ങനെയെങ്കിലും സിനിമയിൽ വലിയൊരാളായ ഒരു വെള്ള ഫിയറ്റ് വാങ്ങിക്കും എന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, നമുക്ക് സ്വപ്നങ്ങൾ വേണമല്ലോ, ആഗ്രഹങ്ങളും അംബീഷൻസ് വേണമല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് അംബാസഡറും ഫിയറ്റേ ഉള്ളൂ, ഒരു ഫിയറ്റ് കാർ വാങ്ങുമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, കുറേ വർഷം പഠിക്കുന്ന ആൾക്കാരുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷോർട്ട് വിഷ്വലൈസേഷന് പോകാറില്ലേ? അതൊക്കെ ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ സോങ് പിക്ചറൈസേഷൻ മറ്റേത് മറിച്ചൊക്കെ ഉള്ളത് നല്ല ഷർട്ടൊന്നുമില്ല. ഞാൻ കൂടെ പഠിക്കുന്ന ക്യാമറമാർ, സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ ഷർട്ട് വാങ്ങിച്ചിട്ടാണ് പാട്ടൊക്കെ അഭിനയിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സംഭവങ്ങളെ. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വെള്ള ഫിയറ്റ് വാങ്ങിച്ചു. ആദ്യം വെള്ള ഫിയറ്റ് തന്നെ വാങ്ങിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈസ്റ്റേൺ കമ്പനീസിൻ്റെ ഒരു പഴയ പച്ചയും വള്ളി എടുത്ത് വണ്ടി വാങ്ങിച്ച് ഞാനത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് വൈറ്റ് ആക്കി പുതിയതാക്കി കൊണ്ടുപോകും. അങ്ങനെ വൈറ്റ് ഫിയറ്റ് തന്നെ തുടങ്ങിയാണ്. പക്ഷെ അതിങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ അതിൻ്റെ ആക്സിൽ ഒടിയുണ്ടായി. ആക്സിലല്ല, ഒരിക്കലും എന്തോ മൂകാംബിയപ്പെട്ട് എനിക്ക് അതിൻ്റെ ആക്സിലൊക്കെ പിന്നെയും പൈസ കൊടുക്കാം. ക്രാങ്ക് പൊടിഞ്ഞുപോയി, അത് നട്ടല്ലൊടിഞ്ഞെന്ന് പറയും. വഴിയിലിട്ടിട്ട് വന്നു. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വിറ്റ് കളഞ്ഞു. പിന്നെ എല്ലാം പുതിയ വണ്ടികളാണ്. യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ 2 പേരും, സുകുമാരൻ സാറും പിന്നെ KSFDC വർക്ക് ചെയ്ത ഹരിച്ചേട്ടനും കൂടി, അതാണ് എൻ്റെ സോഴ്സ് കേട്ടോ, ഒരു യാത്ര പോയി. ഊട്ടിക്കാണോ? പോയി കേക്കട്ടെ ഞാൻ. പോയി മൂന്നാറില് ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലവും പിന്നെ ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ട് ശീലാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതെ ഫാം ഹൗസ്. അന്ന് നമ്മുടെ ചിത്രാഞ്ജലി ഹരികുമാറൊക്കെ, സുഖമായിട്ട് രാജുവിൻ്റെ വലിയ ഫ്രണ്ടാണ്, സുഖമായിട്ടൻ്റെ വലിയ ഫ്രണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടി ഇങ്ങനെ ഒരു അവിടെ വലിയ മൂന്നാറിനൊക്കെ കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഇങ്ങനെ മലവെള്ളപ്പാച്ചിലും അതും ഇതൊക്കെ ചെറിയൊരു വീട്, ചുമ്മാ ഒരു ഫാം ഹൗസ്. അവിടെ പോയി നിന്ന് നമുക്ക് അത് നോക്കാം, രാത്രി ഇത് കിട്ടുമോ നോക്കാം, മറ്റേനെ കിട്ടും. അവിടെ സുഖമായിട്ടും ചെല്ലുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആ ജംഗ്ഷനിലാകപ്പാടെ 1-2 കടയേ ഉള്ളൂ, ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ അന്ന് അദ്ദേഹവും ഈ പറഞ്ഞതിൽ അറിയപ്പെടുന്ന ഒരു നടനായതുകൊണ്ട് ചെന്നിറങ്ങുമ്പോൾ നാട്ടുകാർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. കാറ് ചീത്തയായ കാര്യമല്ലേ, ബാക്കി പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആലപ്പുഴ എത്തുന്ന മുമ്പ് സുകുമാരനൊരു ബെൻസ് കാർ ഉണ്ടായിരുന്നു. ബെൻസ് കാർ വഴി നിന്നുപോയി. എന്ത് ചെയ്താൽ അനങ്ങത്തില്ല.
പിന്നെ നമ്മൾ ഫാസിലിനെ വിളിച്ചു പറഞ്ഞ് ആലപ്പുഴയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവിടെ വന്നൊക്കെ എല്ലാവരും കൂടെ എല്ലാം അടിച്ച് പൊളിച്ച് മറ്റേ ക്യാമ്പ് ഫയർ പോലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിന് ശേഷം ഒരു കഥ വന്നത്, ഞാൻ പറഞ്ഞു അയ്യോ ഇവരൊക്കെ കൂടെ വന്ന് ഇവിടെ വന്ന് ഈ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുക. അതുപോലെ ഞങ്ങൾ ഊട്ടിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ദാസപ്രകാശ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതാണ് ഹൈ പോയിൻ്റ് അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ എന്തായിരുന്നു എൻ്റെ പേര്. അവിടെയൊക്കെ ഇവരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് കേട്ടത് അത് ഈ കാന്തല്ലൂർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാമെന്ന് പറഞ്ഞത് ഹോട്ടലിൽ കാശ് മുടക്കാനുള്ള മടി കൊണ്ടാണ് കാട്ടിൻ്റെ നടുക്ക് വന്ന് കിടക്കാമെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല വേറെ കാര്യം അറിയാം, ആളെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഭയങ്കര ലാവിഷാണ് മല്ലിക. ആ കാലത്ത് എനിക്കൊക്കെ ഒരു നിവൃത്തിയില്ലാത്തൊരു സമയമാണ്, 76-70 കാലത്ത് എന്നെ വിളിക്കും, നമുക്ക് സിനിമയ്ക്ക് പോകാം. രാവിലെ ഒരു ടാക്സി എടുത്തിട്ട് ഹേമചന്ദ്രൻ ക്യാമറാമാൻ, കനകദുർഗ, മല്ലിക, ഞങ്ങൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മോർണിംഗ് ഷോ ആണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കും, എന്നിട്ട് ഒരു മാറ്റിനിയാണ്, എന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചിട്ട് ഫസ്റ്റ് ഷോ കാണും, എന്നിട്ട് ഫുഡ് കഴിച്ച് സെക്കൻഡ് ഷോയും കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത്. ഇതിൻ്റെ എല്ലാം ടാക്സിൻ്റെ പൈസ, ഫുഡിൻ്റെ പൈസ എല്ലാം ഇതാണ്. ലാവിഷാണ്. ഇത്രയും ലാവിഷായിട്ട് മക്കൾക്ക് രണ്ടുപേർക്ക് ആ സ്വഭാവം കിട്ടിയിട്ടില്ല. പൃഥ്വിരാജും ഇന്ദ്രജിത്തുമൊക്കെ മിടുക്കന്മാരാ, രക്ഷയില്ല. ഇപ്പോഴും നമ്മൾ എന്ത് ചോദിച്ചാലും മനസ്സലിയും കണ്ണു നിറയും എടുത്ത് തരാം. അയ്യോ ചുമ്മാ എനിക്ക് അതല്ല, അന്നത്തെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു രാത്രി തെളിഞ്ഞു പോയി. അന്ന് എല്ലാം പടവും കണ്ടിട്ട് സെക്കൻഡ് ഷോ എന്നെ കാണിച്ചത് എക്സോസിസ്റ്റ് എന്നൊരു പടമാണ്. എനിക്ക് രാത്രി ഹോട്ടലിൽ നിന്നിട്ട് ഉറങ്ങാൻ പോയി. ലളിത ചേച്ചി ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ എക്സോസിസ്റ്റ് കണ്ട ആവശ്യം. ശ്രീലത ചേച്ചിയോ ആരും ഒരാളുണ്ടായിരുന്നല്ലോ, കനകദുർഗ, ഹേമേന്ദ്രൻ. പേടിച്ച് വിറച്ച് ആർക്കും ഉറക്കം വരുന്നുമില്ല ആ സിനിമ കണ്ടിട്ട്. അന്നത്തെ കാലമല്ലേ, രാത്രി ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ എക്സോസിസ്റ്റ് വന്നതൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാലത്താണ്. നിങ്ങൾ ഊട്ടിയിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ചീട്ട് കളിക്കുകയുണ്ടായി. ചീട്ട് കളിച്ചുകൊണ്ട് സമയത്തുള്ള കഥ ഒന്ന് പറയൂ. ചീട്ടുകളിൽ തുടങ്ങിയത് അത് ഈ റമ്മി കളിക്കുമ്പോൾ ആ ഫുള്ള് മതി സുമാര, അത് ചേട്ടാ നമുക്കേ ഒരു ഫുള്ളൊരു 100 രൂപയ്ക്കാം 200 രൂപയ്ക്കാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ചർച്ചകൾ ഇങ്ങനെ നടക്കും. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഷീല ചേച്ചി, എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് ചേച്ചിയാണ് ഊട്ടിയിൽ. ചേച്ചി വന്നു സന്ധ്യയായപ്പോൾ. അപ്പോൾ വന്നിട്ട് മല്ലികേ എന്താ ഇവിടെ എല്ലാവരും കൂടെ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു അല്ല ഞാനില്ലേ പൊന്നി ചേച്ചി, നമുക്കിത് പറഞ്ഞുള്ള സുഖേട്ടന്, രാജു, ഹരി അവരെല്ലാവരും കൂടെ എന്തോ റമ്മി. അയ്യോ റമ്മി കളിക്കാൻ പോന്നോ? ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം തമാശ ഇതൊന്നും അല്ല തമാശ. വന്നിരുന്നു, ചീട്ടൊക്കെ അങ്ങോട്ടിട്ട്. അപ്പം സുകുമാര ഫുള്ള് 5000. ഞാനിങ്ങനെ നോക്കി, എന്തോന്ന് അല്ല ഫുള്ളാണെങ്കിൽ 5000 രൂപ. അപ്പം അന്ന് ചേച്ചി കത്തി നല്ല പാറി നിൽക്കുന്ന സമയമാണ്. മിഡിൽ സ്കൂട്ടിക്കര് അങ്ങനെയൊക്കെ ഭയങ്കര കണക്കൊക്കെ പറഞ്ഞ് ഈശ്വര ജയിക്കേണ്ട കളി മുഴുവനും ഈ 3 ആണുങ്ങളും തോറ്റു. കാരണം ഇവരുടെ ഡയലോഗ്, ചേച്ചി അനിയത്തിയുടെ കൂടെ ഒരു അനിയത്തിയുണ്ട് ഹൈസന്ത് എന്ന് പറയും. ഇവർ രണ്ടുകൂടെ ഭയങ്കര കഥ പറച്ചിൽ ആണോ, അത് ശരി ഇതൊക്കെ പറഞ്ഞ് എടുത്ത് ചീട്ടൊക്കെ എടുത്തെറിച്ച് നല്ല വഴിക്ക് പോയി. കയ്യിലെടുത്ത് വെച്ച കാശ് മുഴുവൻ കളഞ്ഞ മഹാന്മാരാണ് ഇവരെല്ലാം. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, ഒന്നുമില്ലെങ്കിലും സ്ത്രീയല്ലേ കൊണ്ടുപോയത്, പുരുഷന്മാരല്ലേ. അത് പറയാം, അതെ. പക്ഷെ ഒരു വേണാട് എക്സ്പ്രസ്സിൽ ഹരിച്ചേട്ടൻ ബാലേന്ദ്രമേനെ കാണുമ്പോഴാണ് ഈ പരമു എന്ന കഥ മണിയമ്പിള്ളയാവുന്നതല്ലേ? അങ്ങനെയല്ല, ഞാനന്ന് ഈ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് 100 രൂപ 150 രൂപയൊക്കെ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഉള്ള റേഷൻ വിറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഉമാലോജിൽ 100 രൂപ വീട്ടിൽ നിന്ന് മണിയാണ്ട് വരത്തില്ല. പിൻഷൂട്ടി എന്നൊക്കെ പാസ്സായി ഇപ്പോൾ ഹീറോ ആവുന്ന 100 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 10,000 ആണ്. 2 രൂപയൊക്കെ ഉള്ളൂ അരിക്ക്. അല്ല ഒരു ദിവസം 5 ഉറുപ്പ്യ പോരെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അതുപോലും വേണ്ട. 100 രൂപയിൽ 45 രൂപ വാടക തന്നെയാവും. ബാക്കി പൈസ എല്ലാം നിൽക്കുന്നത്. പക്ഷെ ഇൻഷൂട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം ഹീറോ ആവുന്നൊക്കെ അച്ഛനും വിചാരിച്ചിട്ട് ഒന്നും ആവാത്തണ്ട് 100 റേഷൻ കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് തമാശ പറഞ്ഞ് കൊണ്ടിട്ട് പോകും. പിന്നെ ഈ കൊടമ്പക്കും അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് 50 പൈസയ്ക്ക് പായസം അടയൊക്കെ കിട്ടും. തിരിച്ച് വരുന്ന വഴിക്ക് ബാലേന്ദ്രൻ അന്ന് പത്രത്തിൻ്റെ നാനയുടെ ലേഖകനായിട്ട് അവിടെ വീട്ടിൽ പോകും. ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ ഈ എൻ്റെ ദാരിദ്ര്യം ദുരിതമൊക്കെ പറയുമ്പോഴത്തേക്കും മേനോനകത്ത് നോക്കി അസിൻ്റെ ഇത് പറയും, എടേ ഒരുത്തൻ കൂടെ വന്നിട്ടുണ്ട്, കുറേ വെള്ളം കൂടെ ആ ചോറിലൊഴിക്ക്, കഞ്ഞിയിൽ ലൂസാക്ക് എന്ന് പറയും. അപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പരമു എന്നാണ് പേര്, അത് എന്തെങ്കിലും സിനിമ ആക്കണമെങ്കിൽ നീ ആയിരിക്കും ആ നായകൻ എന്ന് പറയും. പക്ഷേ ഞാൻ മദ്രാസിൽ നിന്നിട്ട് അവസാനം വിട്ട് ട്രിവാൻഡ്രത്ത് നിന്നൊരു സ്ക്രീൻ പ്രിൻറ്റിംഗ് ഒക്കെ തുടങ്ങും. മേനോൻ അപ്പോഴത്തേക്കും ഡയറക്ടറായി എല്ലാമായിട്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, സ്ക്രീനിൽ ഷൈൻ ചെയ്യണമെന്ന് വിചാരിച്ചവൻ ഇവിടെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങിപ്പോയി അല്ലേ. പോയി ഈ ഹരികുമാർ
നാഷണൽ അവാർഡൊക്കെ കിട്ടിയ റെക്കോർഡിസ്റ്റാണ്. പുള്ളി ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് പറഞ്ഞു വേണാട്, അപ്പം ഞാൻ കിടന്നു. വേറെ ചേട്ടാ 9 മണിക്ക് ഉറങ്ങുക, ഇപ്പോഴും അതെ അന്നും അതെ. അല്ല ഇപ്പം 10-10:30 അന്ന് വേറെ പണിയില്ല, ചിന്തിക്കാനും ഇല്ല, സ്വപ്നം കാണാനും ഇല്ല, പിന്നെ അങ്ങ് ഉറങ്ങാൻ കഴിയും. അപ്പം ഈ ഹരി വന്ന് പറഞ്ഞു മേനോനെ ട്രെയിനിൽ വെച്ച് കണ്ടു, നിന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല, അവരൊക്കെ വലിയ ആൾക്കാർ, അല്ല നീ പോണം. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് കീർത്തി ഹോട്ടലിൽ നിന്നപ്പം മേനോൻ അകത്ത് നിന്ന് പ്രൊഡ്യൂസർ ആണെന്ന് തോന്നുന്നു അങ്ങേരെ വിളിച്ചു പറയുന്നത്, ഇതാണ് നമ്മൾ അടുത്ത പടത്തിലെ നായകൻ. അപ്പം ഞാൻ വിചാരിച്ചു പരിഹാസമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തുനിന്ന് ആ പ്രൊഡ്യൂസർ സൗണ്ട് സുധീർ കുമാറാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു. അതാണ് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നുള്ള പേരിൽ ഇറക്കുന്നത്. ആ പടമാണ് എന്നെ രക്ഷിച്ചതും ഇങ്ങനെയൊക്കെ ആയതും ഞാൻ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ. മദിരാശികളിലെ ഏറ്റവും വലിയ മെമ്പർ, ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അന്ന് കാലത്ത് സുകുമാരൻ സാറിന്റെ ജീവിതം, അതിനെ പിന്നെ ചേച്ചി അവിടെ നിന്ന് അങ്ങനെ റിട്ടയർ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒന്ന് വിശദീകരിക്കാം. അല്ല, ആ ഒരു കാലഘട്ടം ഇന്ദ്രിയത്തുണ്ട്. അപ്പോൾ പിന്നെ അത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് കലയെക്കാട്ടിൽ ജീവിതമാണ് പ്രധാനം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ധരിച്ചത്. ജീവിതം വേണമെങ്കിൽ നമ്മൾ കല വേണം, വേണ്ടാന്നില്ല, പക്ഷേ കല മാത്രം കൊണ്ടേ ജീവിക്കൂ എന്ന് വിചാരിച്ചാൽ ജീവിതം ബാലൻസ് ചെയ്ത് പോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് സുവേട്ടൻ വരുന്നു, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞതുപോലെ എന്തോ ഒരു ജീവിതം തരുന്നു, എൻ്റെ 2 മക്കൾ. അപ്പോൾ ഞാനങ്ങ് ഭയങ്കര ഹൗസ് വൈഫായിട്ട് മാറി. എൻ്റെ പ്രധാന ജോലി മക്കൾ, അതെന്നും പറയും, മക്കൾ പഠിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു. എവിടെ കൊണ്ട് നിർത്തിയാലും 4 കാലിൽ നിൽക്കണം, ബമ്പം അടിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചു. അത് ഷ്രൈൻ വേളാങ്കണ്ണി സ്കൂളിലായിരുന്നു. അവിടെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ സൈനിക സ്കൂളിൽ ഇന്ത്യക്ക് അറിയുന്നത്. 9ഉം 6ഉം 2 പേരെ അവിടെ ഇട്ടു. പക്ഷേ അതൊരു ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു 2 പേർക്കും. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ബാക്കി സ്കൂളുകൾ മോശം എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് അവിടെ ആഴ്ചയിലൊരു ദിവസം എക്സ്റ്റംപോർ സ്പീച്ച് സംസാരിക്കണം. അത് പ്രിൻസിപ്പലാണ് സബ്ജക്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഞാൻ പലരോടും പറയും ആൺകുഞ്ഞുങ്ങളെ ഒരു 6ാം ക്ലാസ് കഴിയുമ്പോൾ കൊടുത്ത് സൈനിക സ്കൂളൊന്നും വിടുന്നത് നല്ലതെന്ന് പറയും. കാരണം അവർ തന്നെ ജീവിക്കാൻ പഠിക്കുക, എല്ലാ കാര്യങ്ങളും. രാവിലെ അരമണിക്കൂർ പേപ്പർ വായിക്കാൻ സമയം കൊടുക്കും. എന്നിട്ട് അസംബ്ലിയിൽ പ്രിൻസിപ്പൽ ചോദിക്കുകയാണ് ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഹാബിറ്റ്സ് എല്ലാം വളരെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പേപ്പർ വായിച്ചേ പറ്റൂ എന്നൊക്കെയുള്ളൊരു അങ്ങനെ വന്ന് ട്രിവാൻഡ്രത്ത് വീട് വാങ്ങിച്ചു, ഇവിടെ സെറ്റിൽ ചെയ്തു. അതായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും സുവോട്ടനും. അതിനിടയ്ക്ക് സുവോട്ടൻ തന്നെ ഇരകൾ എന്ന് പറഞ്ഞ പടം എടുത്തപ്പോൾ ഞാൻ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ശ്രീവിദ്യയുടെ ഡേറ്റിന് എന്തോ ഒരു, പക്ഷേ വിദ്യ അയ്യോ സോറി സുവോട്ട ഞാൻ വരും, തെറ്റിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പിന്നെ വീണ്ടും ശ്രീവിദ്യനെ അഭിനയിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണമായ ഒരു ജീവിതം ഞാൻ ആസ്വദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. മദിരാശിയിൽ നിന്ന് കുറച്ച് പിന്നിലേക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ താങ്കളല്ലേ ആദ്യം മലയാളത്തിലെ ഒരു മഹാനടൻ്റെ മുഖത്ത് ആദ്യമായി മേക്കപ്പ് ഇട്ടത്? അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു 8th 9th 10th സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു, കലാപരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ സ്കൂള് പഠിച്ച് പാസ്സായി പ്രീ ഡിഗ്രി ചേരാൻ നേരത്ത് മോഡൽ സ്കൂളിൽ നിന്ന് ഒരു 7-8 സ്റ്റുഡൻസ് വരെയായിരുന്നു. അവർ പറഞ്ഞു ചേട്ടാ ഒരു നാടകം അഭിനയിക്കണമെന്നുണ്ട്, യൂത്ത് ഫെസ്റ്റിവലിലാണെന്ന് പറഞ്ഞു, മത്സരത്തിന് വേണ്ടി. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ട് ഞാൻ വെള്ളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്നൊരു ഏകാംഗ നാടകമുണ്ട്, അതിൽ 7 പേരെ പഠിപ്പിച്ചു. ആ നാടകത്തിൽ അവരിൽ നിന്ന് തന്നെ 3 രൂപ വെച്ചൊക്കെ വാങ്ങിച്ചിട്ടാണ് മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ആ നാടകം അവതരിപ്പിച്ചു. ആ നാടകം വന്നപ്പോഴത്തേക്കും അനൗൺസ്മെൻറ്റ് വന്നു, ബെസ്റ്റ് ആക്ടർ ഗോസ് ടു മോഹൻലാൽ, ബെസ്റ്റ് ഡ്രാമ കമ്പ്യൂട്ടർ ബോയ്. അതിന് ഫസ്റ്റ് പ്രൈസും കിട്ടി. മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറാണ്. മോഹൻലാൽ എന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാൻ മോഡൽ സ്കൂളിൽ നിന്ന് മതിലിയാടിയാണ് ഓടിയത്. എന്താ പറയുക, സീനിയർ സ്റ്റുഡൻസിനാണ് ഇതൊക്കെ കിട്ടുന്നത്. ഒരു 6ാം ക്ലാസ്സുകാരന് ബെസ്റ്റ് ആക്ടർ കിട്ടിയതും ബെസ്റ്റ് നാടകം കിട്ടിയതൊക്കെ ആദ്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. വിമൻസ് കോളേജ്, അത് വിമൻസ് കോളേജ് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് ഇവിടെ ട്രിവാൻഡ്രം വിമൻസ് കോളേജ്. അപ്പോൾ അന്ന് എലക്ഷൻ, ഇതുവരെ പൊളിറ്റിക്സ് ഒന്നുമില്ല. മറ്റേ ഇപ്പോൾ പറയുന്ന പിള്ളേരുടെ പാർട്ടികളുടെയൊക്കെ SU SFI മറ്റേ AVVP MNOP ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എലക്ഷൻ വരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ പറയണോ മല്ലികേ ഇയാൾ നിൽക്കുക. ഞാൻ പറഞ്ഞു എവിടെ? അല്ല എലക്ഷൻ. ഞാൻ പറഞ്ഞു എലക്ഷൻ. അയ്യോ ഞാൻ പ്രീ ഡിഗ്രിക്ക് അതൊന്നും നോക്കണ്ട. അപ്പോൾ എതിർത്ത് നിൽക്കുന്നത് BA ഫൈനൽ ഇയറിന് പഠിക്കുന്ന റോഷ്നി നായരാണ്. റോഷ്നിയൊക്കെ ഞാൻ പല സംഭവങ്ങളും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു സഹതാപം വരുമല്ലോ, അയ്യോ പാവം ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്, ഇത് കഴിഞ്ഞ് MAക്ക് എവിടെയോ ഇവിടെ ആണോ വേറെ വല്ലയിടത്തും ആണോ, അങ്ങനെ വോട്ട് ചെയ്യും എല്ലാവരും. സമ്മതിക്കത്തില്ല ഞാൻ നിൽക്കണമെന്ന്. പിന്നെ നമുക്കൊരു അഭിമാന പ്രശ്നമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ കോളേജിൽ വോട്ടും ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ കണ്ടീഷൻ പറയും. മല്ലിക ജയിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ കയറി അങ്ങ് അടിച്ചു. അന്ന് പ്രേം നസീർ ശാരദ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ അങ്ങ് കുടിയേറി പാർക്കുന്ന ഒരു കോമ്പിനേഷനാണ്.
ഞാൻ പറഞ്ഞു പ്രേം നസീറിനെ ശാരദ ആരും ഇവരെ രണ്ടുപേരെ ഉണ്ടാകണൊക്കെ ഞാൻ കണ്ടിട്ടില്ല, വെച്ചങ്ങലക്കി കൊണ്ടുവരും. അതൊക്കെയാണ് ഓരോ നിമിത്തമെന്നും ദൈവാധീനമെന്നൊക്കെ പറഞ്ഞത്. ഓ ഈ പറയുന്ന പോലെ അങ്ങനെ വരുന്നു, ഇലക്ഷൻ റിസൾട്ട് വരുന്നു, 1200-ൽ പരം വോട്ടിന് ഞാൻ ജയിക്കുന്നു. ഞാനേ ബോധം കെടുവെന്നായിപ്പോയി. കാരണം സീനിയറായിട്ടുള്ളൊരു കുട്ടിയെ തോപ്പിച്ച് ഇന്നലെ വന്ന പ്രീ ഡിഗ്രിക്കാരി ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നെ പ്രിൻസിപ്പൽ വിളിപ്പിച്ചു റൂമിൽ, എസ്തർ ഹല്ലിഗു എന്ന് മാഡമാണ് വിളിപ്പിച്ച്. മാഡം ചോദിച്ചു ഇതെന്താണ് ഇതിൻ്റെ സീക്രട്ട്? ഞാൻ എനിക്ക് അറിഞ്ഞൂടാ മാഡം, ജയിച്ചു പോയി, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എണ്ണിയെ പോയി, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു മല്ലികയല്ലേ നല്ല ഭയങ്കര മനോഹരമായിട്ട് സംസാരിച്ച് വോട്ട് മുഴുവൻ കീശയിലാക്കി എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സ് എവിടെ പോയി പ്രേം നസീറിനെ ശാരദയെ കൊണ്ടൊരു ഈശ്വര, അതൊക്കെയാണ് ഒരു ദൈവാധീനം. ഞാൻ എപ്പോഴും വിചാരിക്കും, ചിലപ്പോൾ ഞാൻ ഈശ്വരാന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാറുണ്ട് അദ്ദേഹം. ശാരദ ഭദ്രച്ചിറ്റ എന്ന് പറഞ്ഞ പടത്തിന് താമസിക്കുന്നത് എൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ഹോട്ടൽ, ഈ മ്യൂസിയത്തിൻ്റെ അടുത്ത്. അന്ന് ഇവിടെ ഒരു ബെലേറുണ്ട്, അത് എൻ്റെ ഒരു കസിൻ്റെ ഈ പറഞ്ഞ പോലെ സിസ്റ്റർ ഒക്കെ അവരുടെയാണത് ഹോട്ടല്. അത് കഴിഞ്ഞ് നസീർ സാറാണെങ്കിൽ കളിത്തോഴൻ എന്ന് പറയുന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നൊക്കെ പറയുന്ന പാട്ട് ഉള്ള പടം ഡയറക്റ്റ് ചെയ്തത് എൻ്റെ മൂത്ത വല്യച്ഛൻ, കൈനിക്കരയിലെ മൂത്ത ആളിൻ്റെ മകനാണ് കർമ്മേന്ദ്രൻ. അത് വേറെ നല്ല കഥയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു പരിചയം വെച്ചുകൊണ്ട് ആദ്യം നസീർ സാറിനെ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇന്നാരും എന്താ ഇരിക്കൂ ഇതൊക്കെ. സാറിൻ്റെ ആ ഒരു സൗമ്യ രീതി അറിയാതെ ഇപ്പോഴത്തെ പോലെയാണോ, കൊള്ളാം, ഇരുന്ന് സാറിൻ്റെ ഭാര്യ കൊടുത്ത് അയക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് വരെ നമുക്ക് തന്നിട്ടേ സാറ് വിടത്തുള്ളൂ. അങ്ങനെ ചെന്നു കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കയറിയത് വാചകം ഓടിച്ച് ഞാൻ ജയിച്ചു പോയി. അപ്പോൾ സാറ് ചിരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം ചെയ്യണം, ശാരദാമ്മയെ ഒന്ന് കാണണം, ഇത് അവരുടെ പടവും കൂടാണ്, നമുക്ക് എന്തായാലും ചെയ്യാം. അവിടെ ഞാൻ നോക്കുമ്പോഴാണ് ശാരദ ചേച്ചി ഇന്ന ഹോട്ടലാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ട് എനിക്കൊരു 10 മിനിറ്റ് കാണാൻ. അപ്പം ഞാൻ ചെന്ന് അപ്പോൾ ശാരദ ചേച്ചിക്ക് അത് മലയാളം ഇത്രയും പോലും അറിഞ്ഞൂടാ, ഇപ്പം നന്നായിട്ടൊക്കെ സംസാരിക്കും. ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊക്കെയാണ് സംഭവം, ഒരു കാര്യം ചെയ്യും, 3 മണിക്ക് മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞു. വീണ്ടും പോയി അവിടെ ചെന്ന് 2 പേരെയും കൂടെ ഒന്നിച്ച് കണ്ടു. എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അഭിമാന പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് കാലിൽ പിടിച്ചില്ലെന്നേ ഉള്ളൂ, അതുപോലെ എല്ലാം പറഞ്ഞ് 2 പേരും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിമൻസ് കോളേജിൻ്റെ ചരിത്രത്തിൽ 2 പ്രമുഖ താരങ്ങളെ വെച്ച് ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയ ആളാണ് ഞാൻ. അത് ഇതുപോലെ ഒരു നിമിത്തമായിരുന്നു സത്യം പറയാൻ. എല്ലാം ഈ മണിയമ്പിള്ള ചേട്ടൻ്റെ മണിയമ്പിള്ളന്നേ വിളിക്കുള്ളൂ എല്ലാവരും. അതെ, ചേട്ടൻ്റെ സിനിമ സെറ്റുകളിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലെല്ലാം തന്നെ ഗംഭീര ഭക്ഷണമായിരിക്കും. അയ്യോ സത്യം അല്ലേ? ഇന്നും മലയാള സിനിമയിൽ സുഖകരമായ ഭക്ഷണം, അതിന് നിയന്ത്രണമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കും, രാജു ഇത് എന്തോന്ന് രാജു ഇത് മറ്റേ 5 സ്റ്റാർ ഹോട്ടൽ പോലെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെ ഒരു പ്രൊഡ്യൂസറും ചെയ്യില്ല. കാരണം അത് വലിയൊരു ചിലവാണ്. ഇത്രയും പേർക്ക് 100, 150, 200 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ചിലവാണ്. അതും ലൈവ് കിച്ചനൊക്കെയാണ്, അവിടെ ചെന്നുണ്ടാക്കി നമുക്ക് വാങ്ങിച്ചൊക്കെ കഴിക്കാം. ഞാൻ എപ്പോഴും പറയും, ഞാൻ പഞ്ചവർണ്ണ തത്താന്ന പടത്തിൽ അഭിനയിച്ചു. അതിന് മുമ്പേ കേട്ടു ഞാൻ, കാരണം അനന്തഭദ്രം എടുക്കുമ്പോൾ എൻ്റെ മോൻ അതിൽ അഭിനയിച്ചപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നോക്കിക്കോ, രാജുവിനെ പറ്റിയുള്ളവർ ഏറ്റവും വലിയൊരു ഇതാണ് ഭയങ്കര. അപ്പോൾ അവനും പറയൂ എൻ്റെ അമ്മയെ ശരിയാ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇന്നും മലയാള സിനിമയിൽ ഇത്രയും രുചികരമായ ഭക്ഷണം സമൃദ്ധിയായിട്ട് വിളമ്പുന്ന വേറൊരു സെറ്റില്ല. താങ്ക് യു. അത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിനിമയിൽ അഭിനയിക്കാൻ ഈ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ റേഷൻ എമൗണ്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ കൈ വിറയ്ക്കുകയും പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ പോയി 2 ഇഡ്ഡലി കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് 3 ഇഡ്ഡലി കഴിക്കും. രാത്രിയും ഭക്ഷണം കഴിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് 2 ഇഡ്ഡലി അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു സിനിമ നടനാവണം, നിറം വരണമെന്ന് പറഞ്ഞിട്ട് 50 വയസ്സായിട്ട് ഒരു സാത്തുക്കുടി ജ്യൂസ് കുടിക്കും, മൊസംബി ജ്യൂസ്. അത്രയാണ് ജീവിതം. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഇഡ്ഡലി എന്നാൽ ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. വേറെ അഹങ്കാരമല്ല, ഒരു ജന്മത്തിൽ തിന്നേണ്ട ഇഡ്ഡലിയുടെ കോട്ട തീർന്നു എൻ്റെ ആ ചാൻസ് അന്വേഷിച്ച് നടന്ന സമയത്ത്. പിന്നെ ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പം സിനിമയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. നസീർ സാർ അങ്ങനെയുള്ളവർക്കൊക്കെ ചിക്കൻ, ഫിഷ് ഫ്രൈ ഒക്കെ, എൻ്റെ തൊട്ട് താഴെയുള്ളവർക്കൊക്കെ ബീഫോ അല്ലെങ്കിൽ മത്തി അങ്ങനെയുള്ളതൊക്കെ, എന്നെ പോലെയുള്ളവർക്കൊക്കെ. എനിക്ക് ഏറ്റവും സങ്കടം വരുന്നത് യൂണിറ്റുകാർക്കും മറ്റുള്ളവർക്കൊക്കെ പൊട്ടലെന്ന് പറയും, പൊതി. ഒന്നുകിൽ തൈര് സാദം, അല്ലെങ്കിൽ പുളിയോദര, അല്ലെങ്കിൽ എന്താ പറയുക ടൊമാറ്റോ റൈസ്, ഇങ്ങനെ പൊതി കൊടുക്കും. അവരിരുന്ന് താഴെ പിച്ചക്കാർ വഴിയിരുന്ന് കഴിക്കുന്ന സങ്കടം. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പടമെടുത്താൽ ഹീറോ എന്ത് കഴിക്കുന്നു അത് തന്നെയായിരിക്കും ഏറ്റവും താഴെയുള്ള ആൾ വരെ കഴിക്കുക. അത് കണ്ടിട്ട് ഇപ്പോൾ എന്താ പറയുക,
എൻ്റെ അത് ഫോളോ ചെയ്ത് എല്ലാവരും ഇപ്പോൾ സെറ്റിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ഈവനായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അനന്തപുരത്ത് എന്നുള്ള പടത്തിൻ്റെ സമയത്ത് ഞാൻ പുതുമയെ കൊണ്ടുവന്നു. അഭിനയത്തിൽ പുതുമ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഊണ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു കപ്പലിൻ്റെ മിഠായി. ഇപ്പോൾ എല്ലാ സെറ്റിൽ ചെന്നാലും ഊണ് കഴിഞ്ഞാൽ കപ്പലിൻ്റെ മിഠായി ഉണ്ട്. ഇപ്പം കിട്ടും, എല്ലായിടത്തും കിട്ടും. ചന്ദ്ര ഹോട്ടലല്ലേ ഭക്ഷണം? ചന്ദ്രഭവൻ ഹോട്ടലിൽ നിന്നാണ് ഈ പറഞ്ഞ അക്കൗണ്ടുള്ള എനിക്ക് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഭയങ്കര ചട്ടമ്പിയും കാര്യങ്ങളുമാണ്, പൈസ കൊടുക്കാതെ ഉപദ്രവിക്കുന്നത് കേട്ടു. പക്ഷേ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഞാൻ അവസാനം ഒരു 10-30 രൂപ എന്തോ കൊടുക്കാനുണ്ടായിരുന്നു മദ്രാസിൽ നിന്ന് മുങ്ങിയ സമയത്ത്. പിന്നെ ഞാൻ മണിയമ്പിള്ളയെ കഴിഞ്ഞ് ഈ പാങ്കരോവിലൊക്കെ താമസിച്ച സമയത്ത് ഒരു ദിവസം മുറി തട്ടുന്നപ്പോൾ ചന്ദ്രഭവൻ്റെ മുതലാളിക്കുന്നത് ഞാൻ പേടിച്ചു. അതല്ല, ഞാൻ പൈസ വയ്ക്കാൻ വന്നൊന്നുമില്ല. ഈ പേപ്പറിലൊക്കെ പരസ്യത്തിലൊക്കെ തൻ്റെ തല കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അല്ലാതെ തൻ്റെ കയ്യിൽ നിന്ന് 33 രൂപ പിടിച്ചു വാങ്ങിയാൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഇഡലിയാണ് എന്നൊക്കെ പറയും. അതായത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ രാജുവേട്ടൻ ആരെങ്കിലും വഴക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് വിശന്നിട്ടായിരിക്കുന്നു. വിശന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ രക്ഷ. രാവിലെ 7:30 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോകും അല്ലേ? 8 മണി അല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ 2020 മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ട്. 12:30 ഒക്കെ ആകുമ്പം ജോഷി സാറ് പറയും ഡയറക്റ്റ്, അവൻ രാജു പോയി കഴിച്ചിട്ടുണ്ട്, നീയൊക്കെ വെയിറ്റ് ചെയ്യാം. അവന് ഫുഡ് കഴിച്ചില്ലേ കൈ പറയില്ലേ 12, അവന് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിനിമയിൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ പറയും, നിങ്ങൾ ഈ ഷൂട്ടിങ് 2 മണി വരെ കൊണ്ടുപോകുന്നില്ല, അത് ശരിയാണ്. നിങ്ങൾ ഷോട്ട് എടുക്കണമെന്ന് എൻ്റെ സ്വന്തം പടക്കത്തില്ല, പക്ഷേ 1 മണിക്ക് ബ്രേക്ക് ചെയ്യണം, എല്ലാവരും ഭക്ഷണം കഴിക്കണം കൃത്യസമയത്ത്. എല്ലാവർക്കും എന്താ പറയുക, നമ്മളെല്ലാം കിടന്ന് അധ്വാനിക്കുന്നത് തന്നെ. ചിലരുണ്ട് കാശും കിട്ടിയിട്ട് ആർക്കും കൊടുക്കത്തില്ല, നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കത്തില്ല, അല്ലേ? അല്ല, ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പഞ്ചവർണ്ണത്തെ അഭിനയിക്കുമ്പോൾ രാജുവിൻ്റെ മുറിയിൽ നോക്കുമ്പോൾ ഡോറിൽ ഞാൻ കുറേ ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പം നോക്കുമ്പോൾ അന്ന് എടുക്കേണ്ട സീനുകളാണ്. ഇന്ന സീൻ ഇന്ന ഇത്ര സീൻ അതായത്. പക്ഷെ അത് ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം നിർമ്മാതാവിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് പൂർണ്ണ സഹകരണമാണ് അവിടെ, യൂണിറ്റും ആർട്ടിസ്റ്റും എല്ലാം. കറക്റ്റായിട്ട് അധികം രാത്രിയൊന്നും പോകുന്നില്ല. 9 മണിക്ക് ബാക്കപ്പ് പറയുമ്പോൾ ഈ പറഞ്ഞ സീനുകളെല്ലാം എടുത്തിരിക്കും. അത്ര ചുറുചുറുക്കോടെ എല്ലാവരും നിൽക്കും. രാജു സാറിൻ്റെ പടമൊന്നും ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പ്രൊഡക്ഷൻ തുടങ്ങി പറഞ്ഞാണ് ഒറ്റ കാര്യം, മണിയമ്പിള്ള ചേട്ടൻ്റെ അവിടെ ആ ഒരു സെറ്റിലെ ഫുഡ് അതൊന്നും മുമ്പ് വെച്ചിട്ട് ഒരിക്കൽ പൃഥ്വിരാജ്, ഞാൻ പേര് പറഞ്ഞു, വേറൊരു വലിയ പ്രൊഡ്യൂസർ പറഞ്ഞു, നിങ്ങളെ ഈ പ്രൊഡ്യൂസറായിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് പഠിക്കണം, ഒന്നും മണിയമ്പിള്ള ചേട്ടൻ്റെ സെറ്റിൽ പോകണം. ഞാൻ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാമോ? പറയാൻ പാടില്ല. പറയണം ചേട്ടാ, അതിലൊക്കെ കണ്ട് പഠിക്കണം. കറക്റ്റ് അല്ലല്ല, ഞാൻ പറയാറുണ്ട്. അത് ഈ പിള്ളേരാകുമ്പോൾ ഇതൊന്നും നോക്കൂല, എല്ലാം മറ്റേ ബസ് മോഹനെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇരിക്കും. ഞാൻ പറയാം അത് കണ്ട് തന്നെ പഠിക്കണമെന്ന്. കാരണം അവിടെ എല്ലായിടത്തും ചെല്ലും ഇദ്ദേഹം. എന്താണ് ഏതാണ്. ഒരു ദിവസം ഞങ്ങൾ പഞ്ചവർണ്ണത്തെ തമ്മിൽ എൻ്റെ കൂടെ വന്ന സ്ത്രീയെ കാണുന്നില്ല, എനിക്കൊരു കാപ്പിയും വേണം. നോക്കുമ്പോൾ അവർ ലൈവായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ചേട്ടാ വേണം എനിക്ക് എരിഞ്ഞ് അവന് കയറാത്തോട്ട് ഇവിടെ അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് അവിടെ എല്ലാവർക്കും. രാജു ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് ക്ഷണിച്ച് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭക്ഷണത്തിൻ്റെ സ്ഥലത്ത് ഇത് പറഞ്ഞ മാതിരി അദ്ദേഹം ഉണ്ട്. അപ്പം എന്നോട് പറയണേ, അന്ന് തന്നെയാണ് നമ്മുടെ ആക്ട്രസ് കാർത്തികയുടെ മകൻ്റെ കല്യാണം, വിഷ്ണുവിൻ്റെ. പറയാം, നീ അവിടേക്ക് വരും, ഇതാണ് എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. സ്റ്റേജിൽ നിന്ന് എല്ലാവരോടും എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ വേറെ ഒന്നും ആലോചിക്കണ്ട. പണ്ട് കാലത്ത് ഇങ്ങനെ പിടിക്കരെ കഴിഞ്ഞിട്ട് നിവർത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ട്രിവാൻഡ്രത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ ഹോട്ടലിൽ ഫ്രണ്ട്സ് പോയി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങ് കാലിൽ നിന്ന് തരിപ്പം എന്താ പറയുക, ഈ ബില്ല് കൊണ്ട് വയ്ക്കുമ്പോൾ എൻ്റെ കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ ഇവർ പൈസ കൊടുക്കുമ്പം ചിലപ്പോൾ കൈ എഴുവാണിയിട്ടും അതൊക്കെ സ്ഥിരം നമ്പറുകളാണ്, അങ്ങനെയൊക്കെ ഒന്നൊക്കെ ചെയ്യും. പക്ഷേ ഞാനൊന്ന് രക്ഷപ്പെട്ട പൈസ വന്നതിന് ശേഷം ഞാൻ എവിടെയെങ്കിലും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയാൽ ഒരു കാരണവശാലും അവരെ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഇനി എത്ര വലിയ ബില്ലായാലും ശരി. അതെൻ്റെ ഒരു എന്താ പറയുക, അന്ന് പറ്റിയില്ല, ഇപ്പം പറ്റും, അതുകൊണ്ട് ചെയ്തു എന്നാണ്. ഇതെല്ലാം നമ്മൾ ഭൂതകാലം പറഞ്ഞാലും ഇവർ രണ്ടുപേരും നാടോടുമ്പോൾ നടുവേ ഓടുന്ന 2 കലാകാരന്മാരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അത് എപ്പോഴും നടുവ് എവിടെ അല്ല, അതൊക്കെ സൈഡിൽ കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒന്നുമല്ല. ഇപ്പോൾ അതെ ഞാൻ പറഞ്ഞ ന്യൂജൻ പടങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അവരുടെ കൂടെ അഭിനയിക്കുന്നു. സോ രണ്ടുപേരോട് എനിക്ക് ചോദിക്കേണ്ടത്, അന്നും ഇന്നും നല്ലൊരു ക്ലീഷേ ചോദ്യമല്ല, നിങ്ങളിൽ നിന്ന് അവരെന്ത് പഠിക്കുന്നു, അവരിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂ എന്നുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുട്ടി, ആ സിനിമയിലെ മറ്റേ കുട്ടി നമ്മുടെ മാളികപ്പുറത്തിലെ പെൺകുട്ടിയാണ് ദേവനന്ദ വെച്ചാണ് പുതിയ പടം എടുത്തിരിക്കുന്നത്. ഗു എന്ന് വെച്ചാൽ ഗുളികൻ, മലബാർ സൈഡിലൊക്കെ ഉള്ളതാണ് ഗുളികൻ. അതൊരു ഹൊറർ ഫാൻറ്റസിയാണ്, ഹ്യൂമറും ഒക്കെ ആയിട്ടുള്ള സംഭവം. അതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ നിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ വെച്ചാൽ അവരുടെ ചിന്തകൾ, അവരുടെ സബ്ജക്റ്റ് സെലക്ഷൻ, അല്ലെങ്കിൽ അവരുടെ സിനിമയിലുള്ള അവരുടെ അപ്രോച്ച് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മുടെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വലിയ ബഹുമാനവും പേടിയുണ്ട്. രാവിലെ 5-7 മണിക്കാണ് ഷൂട്ടിംഗ് ആണെങ്കിൽ 5 മണിക്ക് കുളിച്ച് റെഡിയായി നമ്മൾ വെയിറ്റ് ചെയ്യണം ഷോട്ടിന് പോകാനും. അങ്ങനെ നമുക്ക് ഇതിനകത്തൊരു ഭയങ്കര പാഷനും വളരെ ഡിവോഷണലായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയൊന്നുമില്ല. അവരുടെ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് അവർക്കറിയാമല്ല. ഇപ്പോൾ തന്നെ വരുന്ന പടങ്ങളൊക്കെ ഈ ന്യൂജൻ പിള്ളേരുടെ പടങ്ങൾ, ഇപ്പോൾ തന്നെ മമ്മൂട്ടി
മോഹൻലാൽ, പൃഥ്വിരാജ് ഇവരുടെ എല്ലാ കാര്യങ്ങളെടുത്താൽ നിങ്ങൾ നോക്കിയേ, ഇവരെല്ലാം അഭിനയിക്കുന്ന പുതിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളാണ്. അതായത് പുതിയ ചിന്തകൾ, പുതിയ സബ്ജക്റ്റ്, പുതിയ രീതിയിലുള്ള എടുപ്പുകൾ. ഈ വരുന്ന ഒരു വർഷം 200 പടം ഇറങ്ങുന്നതിൽ 150 പടങ്ങളും ചെയ്യുന്ന പുതിയ ഡയറക്ടേഴ്സും പുതിയ റൈറ്റേഴ്സും ഒക്കെയാണ്. ചേച്ചിക്ക് ഫീലിംഗ് ചേച്ചിയുടെ വീട്ടിൽ 2 ന്യൂജൻ ഉണ്ടല്ലോ. അല്ലല്ല, അത് ഒരു കാര്യം സത്യമാണ്. കാരണം നമ്മുടെ ചിന്തകളുടെ ഒരു ആ ഫ്ലോ അല്ല അവർക്കുള്ളത്. അവരൊക്കെ ഇപ്പോൾ ഞാനിപ്പം എൻ്റെ മോനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പടം എടുക്കുമ്പോൾ പൃഥ്വിയെ ഞാൻ കണ്ടതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ താമസിച്ചു. കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ആളാണ്. എനിക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ എനിക്ക് അയ്യോ രാത്രി 12 മണി 1 മണി 2 മണി വരെ ഒരു ഇതിനകത്ത് കട്ടൻ കാപ്പി ഇട്ട് വയ്ക്കാൻ പറയും. ഞാൻ അവിടെ റൂമിൽ കൊണ്ടുവയ്ക്കും. നമ്മുടെ ഗോപി സാറിൻ്റെ മകൻ ഭരത് ഗോപി സാറിൻ്റെ മുരളി വരും. ഇവർ 2 പേരും ഇവിടെ ഇരുന്ന് എഴുതും. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ മൊത്തം അത് ഷോട്ട് ബൈ ഷോട്ട് ആ സ്റ്റോറി ബോർഡ് എല്ലാം റെഡിയാക്കി. അത് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു പുതുമ കൊണ്ടാണ്. പുതിയൊരു സംവിധായകനാകുമ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്ത് തന്നെ പോകണം. ഇല്ലെങ്കിൽ തിത്തൈ പോവും. പിന്നൊന്ന് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഒരു ക്ലൈമാക്സ് അപ്പോൾ നമ്മൾ കേട്ടിട്ട് പറയും യോ എന്നായിരിക്കും പറയാം. അപ്പോൾ അവരെന്നെ കളിയാക്കുക, അമ്മ ഇപ്പോഴും അമ്മൂമ്മയുടെ കാലത്ത് നിൽക്കുക, ഇതൊക്കെ പോയ അമ്മയെന്ന് പറയാം. അപ്പോൾ അവരുടെ ചിന്ത വേറൊരു രീതിയാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം. ഒരു പഴയ രീതികളൊക്കെ മാറിയിട്ട് അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ് പോകുന്നത് വേറൊരു വഴിക്കാണ്. പിന്നെ പക്ഷേ എനിക്ക് എല്ലാം അങ്ങ് പുതിയ തലമുറയോട് യോജിക്കാനൊക്കത്തില്ല. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി കൂട്ടുകുടുംബം മാറി അണുകുടുംബം പോലെ ഒരു ക്യാരവനും അതിനകത്ത് കയറി ഇരിപ്പാണ് എല്ലാവരും. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ സത്യം ഞാൻ മുമ്പേ അതിശയോക്തി പറഞ്ഞതല്ല. നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ടിഫിൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ 5 പേരിലിങ്ങനെ കാണാം, നീണ്ട കൊഴുക്കട്ട വരും. ആകെ വരുന്നത് 10 എണ്ണോ, ഞങ്ങൾ 15 പേരുണ്ട്. പാവം സാർ അതിന്ന് മുറിച്ച് ഞങ്ങൾക്കെല്ലാം തന്നിട്ട് ബാക്കി എന്തുണ്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു മരച്ചുവട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതൊന്നും നോക്കണ്ട. അവരവരുടെ ക്യാരവനിൽ ഒതുങ്ങി അല്ല അഭിനയിക്കാൻ വരുമ്പോൾ തമാശയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും ഒരു കമ്പനി കൂടലോ അല്ലെങ്കിൽ ആ ബന്ധങ്ങളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളോ അതൊന്നുമില്ല. ഇപ്പം ഈ പടം അടുത്ത പടത്തിന് അടുത്ത നിർമ്മാതാവ് വിളിക്കുന്നു പോകുന്നു. മറ്റേത് ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക. അതുപോലെ ഷൂട്ടിംഗ് ഉള്ളപ്പോഴും അതെ, ഏർക്കാട് സേലമൊക്കെ ഞങ്ങൾ പണ്ട് ഇതുപോലെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ 4 ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, നീ എന്ത് കൊണ്ടുവരും, അച്ചാറ് കൊണ്ടുവരുമോ, അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ ഉണ്ണിയപ്പം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് അന്നൊക്കെ പോകുന്നത്. ഇപ്പോൾ അതുപോലെ പറഞ്ഞാൽ ചീത്തവിളി കേൾക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ പോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങളും വന്നു. പഴയ പോലുള്ളൊരു ആ ബന്ധങ്ങൾക്കുള്ളൊരു ദൃഢത കുറഞ്ഞു പോയതൊരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ എന്നോടല്ല, ഞാനൊക്കെ പഴയ ആൾക്കാരാണ്. ഇപ്പം തമ്മിൽ അത് പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നോട് അഭിനയിക്കുന്ന കുട്ടികളോട്, സെറ്റിൽ വന്നു സീൻ എന്താണ്, ഡയലോഗ് എന്താണ് എന്ന് ചോദിക്കുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു പിക്നിക്ക് വരുന്ന പോലെ വരും. ചേട്ടാ എന്താ ഞാൻ ചെയ്യണ്ടേ, പറയൂ എന്നൊക്കെ പറയാമ്പത്തേക്ക് ചോദിക്കും. ഉടനെ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഡയലോഗ് പറയാം, അത് പഠിക്കില്ല. എന്നിട്ട് തെറ്റി അറിയാമല്ലോ, ചോദിച്ചു നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 5 പ്രാവശ്യം തെറ്റിക്കും. ചേട്ടാ ഒന്ന് ഓരോക്കെ പറയും, എനിക്ക് ശരിക്കും കേൾക്കണില്ല, അതാണേ കുറച്ചുകൂടെ ഉറക്കെ പറയും. ഇത് പഠിക്കത്തുമില്ല. കൂടെ നിന്ന് അഭിനയിക്കുന്നത് നമ്മളെ പോലുള്ളവർ ഈ വയസ്സാകാലത്ത് ഒരു പ്രാവശ്യം നേരത്തെ വായിച്ചത് കൊണ്ട് നമുക്കൊരു ഓർമ്മ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഒരു കളിതമാശുണ്ട് കൊച്ചു പിള്ളേർക്ക് ഇപ്പോഴും. അതായത് ഇതൊരു സിനിമ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, കുറച്ച് കാശുണ്ടാക്കാം, അത് കഴിഞ്ഞൊരു നല്ല കല്യാണമൊക്കെ വരും, സ്വർണ്ണമൊക്കെ അങ്ങനെ വരുന്നവരും ഉണ്ട്. ഈ ഒരു 2 ആസ്പെക്റ്റിൽ എനിക്ക് പുതിയ തലമുറയുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടത്. ആൺപിള്ളേർക്ക് അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പെൺകുഞ്ഞുങ്ങൾ ശരിക്കും അവരൊരു എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു പിക്നിക് സ്പോട്ടായിട്ടാണ് സിനിമ കാണുന്നത്. അത് മാറും. അതുപോലെ മലയാള ഭാഷ, അത് ഞാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും അറിയാം. വലിയ ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മലയാള ഭാഷയെ ഉദ്ധരിക്കാനെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം ഈ മലയാളത്തിൻ്റെ ABCD അറിയാൻ വയ്യാത്ത നടികളെ ഇവരൊക്കെ എങ്ങനെയാണ് ഈ മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കുന്നത്? ആ എക്സ്പ്രഷൻ അനുസരിച്ച് ശുദ്ധമായ മലയാള ഭാഷ സംസാരിക്കാൻ ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് അവാർഡ് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ അടുത്ത് നിന്ന് അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തിനാണ് മനുഷ്യ എന്തെങ്കിലും നമുക്കൊരു ഫീലിംഗ് വരുമോ? ഇല്ല. അപ്പോൾ എൻ്റെ അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് ആ സങ്കടം വരുള്ളൂ. ഇതിവിടെ അവാർഡ് കിട്ടുന്നതൊക്കെ മലയാളം എന്തോ അത് ഇംഗ്ലീഷിലും തെലുങ്കിലും ഒക്കെ എഴുതി പഠിക്കുന്നവർക്കാം. അത് മാധ്യമ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത്, ഞാനത് പറയാറുണ്ട്, എല്ലാം നേരിട്ട് പറയാം. എനിക്കങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല, ഉള്ള കാര്യങ്ങൾ വളരെ വിനയാന്വിതയായി പറയുന്ന ഒരാളാണ് ഞാൻ. അതും എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം മലയാള ഭാഷ പഠിച്ച് ശുദ്ധമായ രീതിയിൽ മലയാളം പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. മലയാള സിനിമ, ഞാൻ പുറത്തെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില തിരുത്തലുകൾ വന്നാൽ കൊള്ളാതെ വയസ്സുകാലത്ത് എനിക്ക് ആഗ്രഹമുണ്ട്.
മലയാളം എന്ന് പറഞ്ഞപ്പോഴാ ഈ മദിരാശിക്കാലത്തല്ലേ ശ്രീനിവാസനായിട്ടുള്ള ബന്ധം തുടങ്ങണേ, ശ്രീനിവാസൻ ചേട്ടനായിട്ട്. ശ്രീനിവാസൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു എന്നുള്ള സമയത്ത് ശ്രീനിവാസൻ ഫിലിം ചെയ്യാൻ പറഞ്ഞൊരു ആക്ടിങ് കോഴ്സ് ഉണ്ടായിരുന്നു. അവിടെ പഠിക്കായിരുന്നു. അന്ന് അവിടെ രജനീകാന്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. രജനീകാന്തൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സിൽ കാര്യം ഞങ്ങളുടെ പ്രൊഫസറുടെ വൈഫായിരുന്നു അവരുടെ അവിടുത്തെ പ്രിൻസിപ്പൾ. അങ്ങനെ വന്ന് അന്ന് തൊട്ടേ പരിചയമുണ്ട്. പിന്നെ ഞാനൊരു ഡബ്ബിങ് തിയേറ്ററിൽ ഏതോ ഡബ് ചെയ്യാൻ പോയപ്പം ശ്രീനിവാസനുണ്ട് അവിടെ ഡബ്ബിങ്. ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഒരു ഡബ്ബിങ്ങിന് വന്നതാണ്, എൻ്റെ പേര് ശ്രീനിവാസനാണ്, ഒരു 200 റുപ്പീസ് കിട്ടും, പിന്നെ കളയുന്നത് എന്തിനാ? പുള്ളി വന്ന് ഇങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പുള്ളിയുടെ. പക്ഷേ ഈ ഒരു ബന്ധങ്ങൾ പോയത് എവിടെയെന്ന് വെച്ചാൽ നമുക്കെല്ലാവരും ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഒരു ആക്ടറിന് അടുത്ത ഷോട്ട് വരെ വേറെ ഒന്നുമില്ല എൻഗേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് വെച്ചാൽ കസാര ഇട്ടിട്ട് നമ്മൾ പരസ്പരം അന്ന് നമ്മുടെ തമാശകൾ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം ഷോട്ട് കട്ട് കഴിഞ്ഞാൽ 4 വഴിക്ക് ഓരോരുത്തരുടെ കാരവനിൽ പോയിരിക്കും. അതിനകത്ത് അവർ സിനിമ കാണുക അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പരസ്പരം ഇങ്ങനെ സംസാരിക്കാനും ഹ്യൂമർ പരത്താനും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ കിട്ടാതെ, അതാണ് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇതുവരെയും ഇവരുടെ മദിരാശിക്കാലം ഞാൻ പറഞ്ഞവർ നിങ്ങളെല്ലാവരും കേട്ടു. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ആര് ഇതാ ഒരു മൈക്ക് കൊടുക്കോ? മൈക്ക് കൊടുക്കും. വെള്ളം കുടിക്കട്ടെ. ഇതാണ് ചോദ്യം. താങ്ക് യു മോളെ. എനിക്ക് മോഹമല്ലികയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ മോഹമല്ലിക ഒരുമിച്ച് പഠിച്ചതാണ്. എവിടെ? വിമൻസ് കോളേജില്. അയ്യോ, എവിടെ? പ്രീ ഡിഗ്രിക്കോ അതോ പിന്നെ? സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ രണ്ടുപേരും ഹിന്ദി. ഓക്കെ. അപ്പോൾ ആ സെക്കൻഡ് പ്രീ ഡി സി പഠിക്കുമ്പം അന്ന് പ്രഗത്ഭരായ ഡിഗ്രിക്കാരുള്ളപ്പം ഈ ഒരു പാവാടക്കരി ഹാഫ് സാരി കൊടുത്ത് ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ആരാധനയോടെ നോക്കും. പക്ഷേ മണിയമ്പിള്ള രാജു പറഞ്ഞതുപോലെ വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിളാണ് ആൾ. ഒരു സുന്ദരിയായ അമ്മ അന്ന് ഫിയറ്റ് കാറിൽ കൊണ്ടുവന്ന് അതിൻ്റെ നടയിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നാൽ എല്ലാവരോടും അങ്ങ് ഭയങ്കര സോഷ്യലാണ്. അപ്പം ഞങ്ങളൊക്കെ ഓടി നടന്ന് വോട്ട് പിടിച്ചു. ഞങ്ങൾക്കൊരു വാശിയായിരുന്നു. കാരണം ഈ ഡിഗ്രിക്കാർ അന്നത്തെ മിസ്റ്റർ വേന്ദ്രൻ വരെ നമ്മുടെ കോളേജിലുണ്ടായിരുന്നു, ഫിലോസഫി. അവരൊക്കെ നിന്നിട്ട് ഈ മോഹമല്ലിക ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടി നിന്നിട്ട് ഹിന്ദി ക്ലാസ്സിൽ അന്ന് അറിയാമല്ലോ ഓരോ പീരീഡ് ഓരോ കെട്ടിടത്തിലാണ്. അപ്പം ഹിന്ദിക്ക് വരുമ്പോൾ ബാക്ക് ഡോറുണ്ട്. ഇത് വിമൻസ് കോളേജ് മൊത്തം ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ കറങ്ങണം എന്നാണ് വിചാരങ്ങൾ. ഈ ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളെ പറയും എൻ്റെ നമ്പർ അങ്ങ് വിളിച്ചേക്ക് കേട്ടോ. അപ്പോൾ നമ്പർ വിളിച്ചില്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ നമ്പർ വിളിച്ച് പ്രോക്സി അടിച്ചിട്ടുണ്ട് പോവും. എന്താ പേര്? എൻ്റെ പേര് വത്സല. അയ്യോ, അതൊരു ജീവിതമായിരുന്നല്ലേ ശരിക്കും. സത്യം. ഞാൻ എപ്പോഴും വിചാരിക്കും തിരിച്ചു പോകാൻ ഒക്കുമായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു ദൈവം ചോദിച്ചാൽ തിരിച്ച് വിമൻസ് കോളേജിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞു. സത്യം. അന്ന് എസ്തർ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ മാഡം എന്നിട്ട് ഈ പുള്ളിക്കാരി ജയിച്ചപ്പം ഞങ്ങൾക്ക് പ്രീ ഡിഗ്രിക്കാരൊക്കെ ആഘോഷം, ഡിഗ്രിക്കാർക്കെല്ലാം അസൂയ ഞങ്ങളോട്. ഞങ്ങൾ ഇവിടെയും പോയി നിർത്തി അങ്ങ് പോവുകയാണ് ആഘോഷിക്കുക. എന്നിട്ട് അന്ന് പറഞ്ഞു പക്ഷെ ഷീല വന്ന് ഓർമ്മയില്ലേ അന്ന്? ഷീലയോ? ഷീലയെ കൊണ്ടുവന്നു. ശാരദ അല്ല, അതിനുശേഷം ഷീല വന്നു നമ്മൾ അവിടെ പഠിക്കുമ്പോ ഒരു പ്രാവശ്യം. ഞാൻ കൊണ്ടുവന്നത് നസീർ സാറ് ശാരദ ചേച്ചി. ഷീല വന്ന് എനിക്ക് ഓർമ്മ. ഷീലയെ പോയി തൊട്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അത് മാസത്തേക്ക് ഷീല ഞാൻ വിളിച്ചിട്ട് ഇപ്പോഴാണ് ഇറങ്ങുമ്പോൾ ഷീല ചേച്ചി വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ഇപ്പോഴും പറയും മല്ലികയുടെ സംസാരമൊക്കെ ഇൻ്റർവ്യൂവിൽ കേട്ടാൽ ഒരു ഇൻ്റർവ്യൂവിന് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന പോലെ അല്ലേ പഴയ കോളേജിലെ സംസാരം. എന്നിട്ട് അന്ന് ജയിച്ചതിന് ശേഷം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി സ്റ്റുഡൻറ്റ് ചെയ്ത കാര്യങ്ങളല്ല അന്ന്. ഈ വിമൻസ് കോളേജിൽ ഇത്രയും പ്രഗത്ഭരായ ഡിഗ്രിക്കാർ പഠിക്കുന്ന ആ കോളേജിൽ ഈ മല്ലിക നന്നായി പാടും, അഭിനയിക്കും. അപ്പോൾ എൻ്റെ വിചാരം ഇത് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുമെന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ വിഷമം അതാണ്. കാരണം ഞങ്ങളെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്തി മല്ലിക ആയില്ല. മല്ലിക ഇപ്പോഴും സുകുമാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ അമ്മ, പൃഥ്വിരാജിൻ്റെ അമ്മ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് മല്ലികയുടെ ബന്ധുക്കളായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന അത്രയും വേഴ്സറ്റൈൽ ജീനിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു സത്യം പറഞ്ഞ. അങ്ങനെ എത്താത്തതിൽ എനിക്കൊരു വിഷമമാണ്. താങ്ക് യു മാഡം. ഞാൻ അതിനുവേണ്ടി അങ്ങനെ കണ്ടമാനം ശ്രമിച്ചിട്ടൊന്നുമില്ല, അതാണ് സത്യം. കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തോണ്ടായിരിക്കണം. ഞാൻ എന്നിട്ട് പൃഥ്വിരാജിന്റെ സിനിമ ആദ്യം വന്നപ്പോൾ നന്ദനം കാണാൻ പോയി. അത് മല്ലികയുടെ മോനായോണ്ടാ പോയത്. പോയപ്പോൾ അവൻ്റെ ചെറിയ ആക്ഷൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് മല്ലിക കോളേജിൽ നടക്കുന്ന അതേ എക്സ്പ്രഷനൊക്കെ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞാൻ എൻ്റെ മോനോട് ഇപ്പൊ വിളിച്ച് പറയും ഇവിടെ ഇറങ്ങി ആദ്യം ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടെ പറയാൻ എൻ്റെ സിനിമ കണ്ടത് എൻ്റെ മോനായതുകൊണ്ട് കണ്ടതാന്ന് പറഞ്ഞത്. സത്യം.
ഞാൻ പറയും. അതുപോലെ ഇന്ദ്രജിത്ത് പാടുമ്പോൾ എനിക്ക് പണ്ട് മല്ലിയ കോളേജിൽ പഠിക്കുന്ന ഒരു ഓർമ്മ വരും കേട്ടോ. അതുപോലെ നമ്മുടെ പത്മകുമാരി ടീച്ചറില്ലേ ഹിന്ദി, ഞാൻ ഒരിക്കൽ ടീച്ചറിനെ കാണാൻ പോയപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, വത്സലേ വയസ്സായി കേട്ടോ, മല്ലിയെ കാണണമെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരണേ എന്നേ ടീച്ചറിനെ കാണാൻ. ഞാൻ അങ്ങനെ മോള് മുഖേന ഇന്ദ്രജിത്തിൻ്റെ നമ്പർ വാങ്ങി. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, അമ്മ ദുബായിലാണ്, വരാറില്ല, വരുമ്പോൾ ഞാൻ അറിയാം ദോഹയിൽ. അപ്പോൾ എന്നിട്ട് ടീച്ചർ അതോടെ അങ്ങ് അമേരിക്ക പോയി. പിന്നെ എനിക്ക് ടീച്ചറിനെ കാണാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് ടീച്ചർ എന്നെ വിളിച്ചു. ആണോ? വിളിച്ചിട്ട് ടീച്ചർ മ്യൂസിക് ആൽബം ചെയ്തപ്പോൾ എങ്ങനെയോ തപ്പി എൻ്റെ നമ്പർ എടുത്ത് ഞാൻ അതിൽ അഭിനയിച്ചു. അത് ശരിയാ. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും ഈ പരിപാടി ഇന്ന് വരാൻ ഇന്ന് ഞാൻ വന്നത് താങ്ക് യു മാം. അടുത്ത ആർക്കെങ്കിലും ചോദ്യം? അതാ അവിടെ ഒരു കൈ. ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടല്ല, നിങ്ങളുടെ ടോക്കുമായിട്ടല്ല. ഇപ്പം മല്ലിക മാം പറഞ്ഞല്ലോ, ഇപ്പം ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതുപോലെ ബന്ധങ്ങൾ അവർ കൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അഭിനയം എന്നുള്ള ഒരു ഇതിൽ അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്തായിരിക്കും? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, അതിൽ അഭിനയിക്കുന്നവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ ഈ ഫീൽഡിൽ നിലനിൽക്കണമെങ്കിൽ അഭിനയം മാത്രം കൊണ്ടങ്ങ് എല്ലാവരും എപ്പോഴും വിളിച്ചോളില്ല മോളെ. നമ്മുടെ പെരുമാറ്റം ഒരു ഘടകം കൂടിയാണ് അവിടെ ചെന്നിട്ട് ഈ കുട്ടിയെ പഠിപ്പിച്ചെടുക്കുന്ന വലിയ പാടാണെന്ന് 2 പേര് പറഞ്ഞാൽ 3ാമത്തെ പടത്തിൽ നിന്ന് അങ്ങ് പോവും. അതുണ്ടാവരുതെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നല്ലൊരു ആർട്ടിസ്റ്റ് ആ കൊച്ചിന് വല്ല കാര്യമുണ്ടോയെന്ന് നമ്മൾ മാറിയിരുന്ന് ചോദിക്കും അല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കാരണം നമ്മുടെ പ്രൊഫഷനോട് നമുക്കൊരു ഡെഡിക്കേഷൻ വേണം, ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. വരിക, സാർ എന്താ എൻ്റെ സീന്, മോനെ അതിൻ്റെ കോപ്പി ഉണ്ടോ, ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ. ഇപ്പോഴും ഇവരൊക്കെ അങ്ങനെയല്ല. ഇത്രയും പടം പ്രൊഡ്യൂസ് ചെയ്ത് ഇത്രയും പടങ്ങളിൽ അഭിനയിച്ച എത്രയോ വലിയ ആളാണ്. ഈ കാശ് മുടക്കി പടം എടുക്കുന്ന ആളാണ് രാജു. ഇപ്പോഴും മണിയമ്പിള്ള സാർ വിളിച്ചത് കഴിഞ്ഞാൽ സീൻ കൊണ്ടുപോവാ, വായിച്ചു. ഞങ്ങളെല്ലാവരും അതെ 1 or 2 ആവർത്തി വായിക്കുമ്പോൾ ഇപ്പം തന്നെ, അല്ല നിങ്ങൾ എങ്ങോട്ട് പോവാ ചേട്ടാ എന്ന് ചോദിക്കേണ്ടേന്, ചേട്ടാ നിങ്ങൾ എങ്ങോട്ടാ എന്ന് ചോദിച്ചാലും അർത്ഥം ഒന്നാ. ഇത് എങ്ങോട്ട് പോകുക ചേട്ടാ എന്നെനിക്ക് വന്നില്ല എന്ന് പറഞ്ഞ് അവിടെ കട്ട് തന്നെത്താൻ പറയുക പിള്ളേരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങൾ അവർക്കൊരു ഭയം വരുന്നത് ഈ സീൻ നേരത്തെ വായിക്കാത്തതുകൊണ്ട്. അതിൻ്റെ കണ്ടൻറ്റ് കറക്റ്റാണെങ്കിൽ നമുക്ക്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ സീൻ വായിച്ചത് എന്താണ്, എപ്പോഴുള്ള സീനാണ്, ആരുമായിട്ടുള്ള സീനാണ്, അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഒരൊറ്റ ചോദ്യം ഇനിയുണ്ടോ? ചോദ്യമുണ്ടോ? ഒരാൾക്കുണ്ട്. ഇതാ, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് എനിക്കൊരു ചോദ്യങ്ങളും കൂടി ചോദിക്കാനുണ്ട്. അഭിനയിക്കപ്പോൾ മൈ ക്വസ്റ്റ്യൻ ടു മണിയമ്പിള്ള രാജ് സാർ. സർവകലാശാല എന്ന് പറയുന്ന സിനിമയിൽ ചക്കര ഒരു കോസ്റ്റ്യൂമിൽ വരുമ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്തോന്നടേ ഇതെന്ന്. അപ്പോൾ സാറ് പറയുന്നത് ഞാനൊരു വേണു നാഗവള്ളി സ്റ്റൈൽ പിടിച്ചത് ആ ചള ആക്കരുത്. അതിൻ്റെ ഡയറക്ടർ വേണു നാഗവള്ളി തന്നെയാണ്. അത് സാറ് കൈ നിട്ടതാണോ ഇല്ലേ പുള്ളി തന്നെ എഴുതി ഉണ്ടാക്കിയതാണോ? ലൈക്ക് ആ കാലത്ത് ഒരു സംവിധായകൻ സ്വയം ട്രോളി കൊണ്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് വന്നതെന്ന് അറിയേണ്ടിയിട്ടായിരുന്നു. അല്ല, അത് വേണു നാഗവള്ളിയുടെ ഡയലോഗ് തന്നെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഇരട്ട പേര് ചക്കര എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ജുബയൊക്കെ ഇട്ട് ഒരു സഞ്ചിയൊക്കെ ഇവിടെ ചിലരൊക്കെ തൂക്കി നടക്കില്ല, അതൊരു സഞ്ചി ഇട്ടുകൊണ്ട് നടന്നു പോകുമ്പം ഒരുത്തൻ ചക്കരയെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അടുത്ത് കയറ്റും. सन 1945 में गांधी जी ने बसपाड़ा जेल में था. एक दिन सुपरिटेंडेंट ने गांधी जी को मारा. गांधी जी ने कहा यहाँ भी मारो. ഈ തത്വം സദാ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം നിന്റെ തന്തയ്ക്ക് വിളിക്കട്ടെ. ഇതേ വേണുനാഗവള്ളിയല്ലേ മണിയമ്പിള്ള അതിനെ പേരിട്ടത്? ശരിക്കും മണിയമ്പിള്ള മാത്രമായിരുന്നു. ആ മണിയമ്പിള്ള എന്നുള്ള പേരിട്ടത് വേണുനാഗവള്ളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണുനാഗവള്ളിയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അദ്ദേഹമാണ് ആ പേരിട്ടത്, മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നും ബാലേന്ദ്രൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോ അന്നത്തെ സൂപ്പർ ഹിറ്റ് പടമാണ്. അത് കഴിഞ്ഞിട്ട് മോഹൻലാലിനെ വെച്ചൊരു പടമൊക്കെ, അന്നേരം മോഹൻലാൽ പറഞ്ഞു വേണുചേട്ടനെ വെച്ചൊരു പടം ചെയ്യണം. ഞാൻ പറഞ്ഞു പടം ചെയ്യാം, എൻ്റെ ഒരു പ്ലെയിൻ വേറെയാണ്, കാര്യം കുറച്ച് ലോ ക്ലാസ് കോമഡി കാര്യങ്ങളുള്ളതാണ്, ഒരു അങ്ങനെ ഫുൾ ടൈം പ്രണയമല്ലാത്തൊരു പടമാണ് എനിക്ക് മനസ്സിലുള്ളതാണ്. കാര്യം ഞാൻ ടിക്കറ്റ് എടുത്ത് താഴെ പടം കാണുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു. അങ്ങനെ വേണു ഞാൻ പറഞ്ഞു വേണു വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടറല്ലേ മോഹൻലാലിനെ, ഒരു ഓട്ടോ ഡ്രൈവർ അങ്ങനെയുള്ള ഒരാളിനായിട്ട്
കറക്റ്റ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഓരോ ഓട്ടോക്കാരെയും വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യും, ഓരോന്നും ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വേണുനാഗവള്ളി തന്നെയാണ് ഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത്. എൻ്റെ ചില സജഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ആഭിജാതി എന്നുള്ള സിനിമയിൽ മധു സാറ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും തിക്കുർ ചേട്ടൻ ചോദിക്കും, നിനക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കണോ, നീ അങ്ങോട്ട് എണീറ്റ് മാറാം, നിനക്ക് പിന്നെ കഴിച്ചാൽ പോരെയും ചോദിക്കില്ല. മധു സാർ എണീറ്റ് പോകുന്നത് ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞാണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ കയറ്റി മോഹൻലാൽ ബർത്ത്ഡേക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇളക്കി വിടുന്നത്. പിന്നെ ജയൻ്റെ ഇംഗ്ലീഷ് അങ്ങാടിയിൽ അതുപോലെ നമ്മൾ ഓട്ടോയിലുണ്ട്. MG സ്വാമിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചുരുട്ടിയ മോഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് മനോഹരമായിട്ട് ചെയ്തത് ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല, വേണുനാഗവള്ളി തന്നെ. താങ്ക് യു. ഒരു മൈക്ക് കൊടുക്കോ? സർ സമയം തീരാറായി, അതുകൊണ്ടാണ്. അത് വേണമെങ്കിൽ എൻ്റെ മൈക്ക് കൊടുക്കാം. ആർക്കാ ഒരാളൂടെ നോക്കട്ടെ, ലാസ്റ്റ് അല്ലേ? സാറിനോടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ചേച്ചിയൊക്കെ കുഞ്ഞുനാളിൽ ഒത്തിരി സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ സുരേഷ് ഗോപി സാറും തമ്മിലുള്ള മൂവീസിൽ ഈ പോലീസായിട്ടൊക്കെ അഭിനയിക്കുന്ന എല്ലാ മൂവീസിലും, ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും സുരേഷ് ഗോപി സാറിന് അഭിനയിക്കുന്ന മൂവീസിൽ ഒന്നിൽ സാറിന് കാറിടിച്ച് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റും, അല്ലെങ്കിൽ മരിച്ചു പോകും. പോലീസായിട്ടല്ല എപ്പോഴും കൊളാട്രൽ ഡാമേജ് പറ്റുന്ന ഒരു സ്ഥിരം പോലീസുകാരനായിരുന്നു. അപ്പോൾ അത് സാർ നോട്ടീസ് ഏകലവ്യനിലൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഡാമേജ് വരുന്ന ഒരു കൂട്ടുകാരനായിട്ടുള്ള റോൾസ് കുറേ സാറ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ സാറ് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എൻ്റെ അഭിനയം മോശമുണ്ട്, നേരത്തെ കൊല്ലുന്നതാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം അതുകൂടെ പറഞ്ഞോട്ടെ. കൊല്ലത്തൊരു ഷൂട്ടിങ് കഴിഞ്ഞ് ഷോട്ട് തീർന്നില്ല, എന്നെ തീർന്ന് അടുത്ത ട്രെയിനിൽ മദ്രാസിൽ അയക്കണം. അങ്ങനെ സമയം എന്ന് പറഞ്ഞിട്ട് അവസ്ഥ എനിക്ക് ഊണ് കഴിക്കാനും പറ്റില്ല, ഒന്നുമില്ല. 1:45 എന്നെയും പെട്ടിയും കൂടെ ഒരുമിച്ച് ട്രെയിനിനകത്തോട്ട് എറിഞ്ഞു ഒരുത്തൻ. ഞാൻ അതിനകത്ത് കയറിയിരുന്നു. കൈ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് പിന്നെ അടുത്ത സ്റ്റേഷൻ കൊല്ലത്ത് നിന്ന് കോട്ടയാണ്. അത് 3:30 മണിയാവും. എനിക്കിങ്ങനെ വിശന്നപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് നിന്ന് വരുന്നു, സാറെന്തിങ്ങനെ വല്ലാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമില്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ്. അയാൾ പോയിട്ട് അയാളുടെ പെട്ടിയിൽ നിന്ന് ഒരു പൊതി കൊടുക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ബ്രെയിൻ ഫ്രൈയും ചപ്പാത്തിയാണ്. ഇതാ എനിക്ക് എൻ്റെ അമ്മ രാത്രി കഴിക്കുന്നതാണ്, സാറ് കഴിച്ചോണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അയാളിങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ട് അയാൾ വിചാരിച്ചു ഞാൻ ഒരെണ്ണം അയാളുടെ രാത്രിയൊക്കെ ബാലൻസ് വയ്ക്കുന്നു. ഇല്ല, ഞാൻ കംപ്ലീറ്റ് തിന്ന് തീർന്നു. ഞാൻ എവിടെ പോകുന്നു? ഞാൻ ചെന്നൈയിലോട്ട് വന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി, ഞാൻ അങ്ങോട്ട് പോകണം. ഞാൻ കേട്ട് എന്താണ് ഇയാളുടെ പേര്? എൻ്റെ പേര് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയാണ് സ്ഥിരം എന്നെ പടങ്ങളെ കൊല്ലുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച്. ഇത് ഇത്രയും ചിരിച്ചൊരു സെഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം എന്നെ മദുരാശിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. താങ്ക് യു ചേട്ടാ, ചേച്ചി.